നമസ്കാരം. അമേരിക്കയിൽ നടന്ന പ്രഭാഷണ പരമ്പരയിൽ രാഹുൽ ഗാന്ധി ഉച്ചരിച്ച ഓരോ വാക്കും ബി.ജെ.പിയുടെ ഉറക്കം കെടുത്തുകയാണ്. രാഷ്ട്രീയ സ്വയം സേവക് സംഘം ചില മതങ്ങളെയും ഭാഷകളെയും സമുദായങ്ങളെയും മറ്റുള്ളവരെക്കാൾ താഴ്ന്നതായി കണക്കാക്കുന്നുവെന്നും ഇന്ത്യയിലെ പോരാട്ടം ഇതിനെക്കുറിച്ചാണെന്നും ഇതിൽ കക്ഷി രാഷ്ട്രീയമില്ലെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. വാഷിംഗ്ടൺ ഡി.സിയിലെ വിർജീനിയ പ്രാന്തപ്രദേശമായ ഹെർഡനിൽ നൂറുകണക്കിന് ഇന്ത്യൻ വംശജരായ അമേരിക്കക്കാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത രാഹുൽ ഗാന്ധി ആദ്യം പോരാട്ടം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ആവശ്യപ്പെട്ടു. പോരാട്ടം കേവലം രാഷ്ട്രീയമല്ല, അത് കുറെ കൂടി ആഴത്തിലുള്ളതാണ് എന്നും വ്യക്തമാക്കി. മുൻനിരയിലെ സിഖ് മതസ്ഥനായ ഒരാളെ നോക്കി തലപ്പാവ് ധരിച്ച സഹോദര, നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിച്ച രാഹുൽ ഗാന്ധി, ഇന്ന് ഇന്ത്യയിൽ ഒരു സിഖുകാരന് തലപ്പാവ് ധരിക്കാൻ അനുവദിക്കുമോ അതോ കടവള ധരിക്കാൻ അനുവദിക്കുമോ എന്നതിനെ കുറിച്ചാണ് പോരാട്ടം എന്ന് ഓർമ്മപ്പെടുത്തി. ഒരു സിഖുകാരൻ എന്ന നിലയിൽ വിശ്വാസിക്ക് ഗുരുദ്വാരയിൽ പോകാൻ കഴിയണം, അതിനാണ് പോരാട്ടം. ഒരു മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ല, എല്ലാ മതങ്ങൾക്കും വേണ്ടിയുള്ളതാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. 4 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനെത്തിയ രാഹുൽ ഗാന്ധിക്ക് വിവിധ കേന്ദ്രങ്ങളിൽ വമ്പിച്ച വരവേൽപ്പാണ് ലഭിച്ചത്. ഡാളസിലായിരുന്നു ആദ്യ പരിപാടി. തുടർന്ന് വാഷിംഗ്ടൺ ഡി.സിയിലെത്തിയ രാഹുൽ RSSന്റെ നയങ്ങളെയും ഇന്ത്യയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടിനെയും വിമർശിച്ച് രംഗത്തു വന്നു. RSS അടിസ്ഥാനമായി പറയുന്നത് ചില സംസ്ഥാനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ താഴ്ന്നതാണ്, ചില ഭാഷകൾ മറ്റ് ഭാഷകളെക്കാൾ താഴ്ന്നതാണ്, ചില മതങ്ങൾ മറ്റ് മതങ്ങളെക്കാൾ താഴ്ന്നതാണ്, ചില സമുദായങ്ങൾ മറ്റ് സമുദായങ്ങളെക്കാൾ താഴ്ന്നതാണ് എന്നൊക്കെയാണ്. ഇതിനെതിരെയാണ് ഇപ്പോൾ നടക്കുന്ന പോരാട്ടം. RSSന്റെ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെക്കുന്നതാണ് ഈ വിവേചനം. തമിഴ്, മറാത്തി, ബംഗാളി, മണിപ്പൂരി ഇവയെല്ലാം താഴ്ന്ന ഭാഷകളാണ് എന്നാണ് അവർ കണക്കാക്കുന്നത്. അതിനെതിരെയാണ് പോരാട്ടം. ഈ പ്രശ്നങ്ങൾ ലോക്സഭാ പോളിംഗ് ബൂത്തിൽ അവസാനിക്കുന്നതല്ല. ഏത് തരത്തിലുള്ള ഇന്ത്യയാണ് ഭാവിയിൽ അവർ രൂപപ്പെടുത്താൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് പോരാട്ടം എന്നും രാഹുൽ വ്യക്തമാക്കി. ഏത് പ്രദേശത്ത് നിന്നുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ചരിത്രമുണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ പാരമ്പര്യമുണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ഭാഷയുണ്ട്. അവയോരോന്നും ഓരോരുത്തർക്കും മറ്റേതൊരു കാര്യത്തെയും പോലെ പ്രധാനവുമാണ്. ബി.ജെ.പിക്ക് ഇന്ത്യയെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ഇന്ത്യ ബി.ജെ.പി കരുതും പോലെ ഒരു ഏകകമല്ലെന്നും വിവിധ സംസ്ഥാനങ്ങളുടെ യൂണിയനാണെന്നും വിശേഷിപ്പിച്ചു. നമ്മുടെ ഭരണഘടനയിൽ അത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇന്ത്യ, അതായത് ഭാരതം, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് എന്ന് ഭരണഘടനയിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഭാഷകൾ, പാരമ്പര്യങ്ങൾ, ചരിത്രങ്ങൾ മുതലായവയുടെ കൂടിച്ചേരലാണത്. ഇതൊരു യൂണിയൻ അല്ലെന്ന് പറയുന്നവരുടെ ആസ്ഥാനം നാഗ്പൂരിലാണ്. RSSനെ പേരെടുത്ത് പരാമർശിക്കാതെ രാഹുൽ കാര്യങ്ങൾ വിശദമാക്കി. അമേരിക്കയിലെ പ്രവാസികളെ അഭിസംബോധന ചെയ്ത രാഹുൽ ഗാന്ധി അവരെ ഇന്ത്യയുടെ അംബാസഡർമാർ എന്നാണ് വിശേഷിപ്പിച്ചത്. ലോകത്തിലെ 2 മഹത്തായ രാജ്യങ്ങൾക്കിടയിലുള്ള പാലമാണ് നിങ്ങൾ. നിങ്ങളെ ഓർത്ത് ഞങ്ങൾ വളരെയധികം അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ രാഹുൽ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും പോരാട്ടങ്ങളും മനസ്സിലാക്കുന്നു എന്നും കൂട്ടിച്ചേർത്തു. രാഹുൽ പങ്കെടുത്ത പരിപാടികളിലെല്ലാം വൻ ജനപങ്കാളിത്തം ഉണ്ടായത് ഏറെ ശ്രദ്ധേയമാണ്. ഇതിൽ വിറളി പൂണ്ട ബി.ജെ.പി രാജ്യദ്രോഹപരമായ കാര്യങ്ങളാണ് അമേരിക്കയിൽ രാഹുൽ പറയുന്നത് എന്ന വാദമുയർത്തിയാണ് നേരിടുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ പ്രചാരണം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞു. ബി.ജെ.പിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇക്കാര്യം വൻതോതിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ സാധാരണക്കാരൻ ഒരു കാര്യം ഉറപ്പിക്കുന്നു, രാഹുലിനെ അങ്ങനെ എഴുതിത്തള്ളാനാവില്ലെന്ന് മറ്റാരെക്കാളും ബി.ജെ.പി മനസ്സിലാക്കി കഴിഞ്ഞു എന്ന്.